പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലത്തും ദൈവ സാന്നിധ്യം കൊതിക്കുന്നവരാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എന്നും കൊതിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിനായി. ദൈവമേ, നീ എന്റെ കൂടെ വരണം. നമുക്ക് ബൈബിളിൽ തന്ന ഏറ്റവും വലിയ ഉറപ്പാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അങ്ങനെ ഒരു വചനമാണ്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കണമെന്ന്? അബ്രഹാമിന് ധാരാളം വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു വാഗ്ദത്തമായിരുന്നു, നിനക്ക് സന്തതികളെ തരാം. സന്തതികൾ ജനിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വാഗ്ദത്തങ്ങൾ നിശ്ചലമായിരിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവം ഒരു വിസിറ്റ് നടത്തി. എന്തിനാണെന്നറിയാമോ വിസിറ്റ് നടത്തിയത്? നിറവേറാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ തക്ക സമയത്ത് നിറവേറ്റി കൊടുക്കുവാൻ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവവും തന്റെ ദൂതന്മാരും ഒരു വിസിറ്റ് നടത്തി. അവിടെ വെച്ച് എഴുതി, അടുത്ത ഒരാണ്ട് കഴിയുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അതിന്റെ നിവർത്തീകരണത്തോടെ നിന്റെ കരങ്ങളിൽ വരാൻ പോകുക. എന്താണ് ഈ ഇന്നത്തെ വചനത്തിന്റെ ആത്മീക സന്ദേശം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കണം. എന്റെ ദൈവത്തെക്കുറിച്ച് ബൈബിൾ എഴുതിക്ക, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. 24 hours നീ ദൈവത്തിന്റെ കാവലിലാണ്. ദൈവം നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നീ ഉറങ്ങുമ്പോഴും ദൈവം ഉറങ്ങുന്നില്ല, നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നീ ഒത്തിരി വിലയേറിയത്. ആ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായി. നമുക്ക് ഒന്നിച്ച് വിശ്വസിക്കാം, ദൈവം നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ഇടയിലൂടെ നടക്കുന്നു. ഹല്ലേലൂയ. ഏദനിൽ ഇറങ്ങി വന്ന് ആദംഹവുമാർ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ, ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ ബെഡ്റൂമിൽ, നിന്റെ ആരാധന സ്ഥലത്തൊക്കെ ദൈവം നടക്കുന്ന കാലൊച്ച കേൾക്കാം. ദൈവം നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പോരാട്ടങ്ങൾ മാത്രമല്ല സഞ്ചരിക്കുന്നത്, ദൈവം സഞ്ചരിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേലൊന്ന് നീട്ടണമേ കർത്താവേ. ഞങ്ങളുടെ ഇടയിലൂടെ അങ്ങ് സഞ്ചരിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. തടഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിക്കപ്പെടാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായും ദൈവം നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഗോഡ് ബ്ലസ്.